സുഭാഷിതം. മഹാത്മാഗാന്ധി 1921 യങ് ഇന്ത്യയിൽ എഴുതിയ ആധുനിക ലോകത്തിന്റെ 7 കൊടും പാപങ്ങളിൽ ഒരു വിഷയമാണ് ഇന്നത്തെ സുഭാഷിത ചിന്ത. വിഷയം വേല ചെയ്യാതെ സ്വരൂപിക്കുന്ന ധനം. അച്ഛൻ എന്താണ് ഈ ചാറ്റൽ മഴയിൽ ചെയ്യുന്നത്? മകൾ സ്വല്പം കടുത്ത ഭാഷയിൽ വൃദ്ധ പിതാവിനോട് ചോദിച്ചു. നീയും ഞാനും നിന്റെ അമ്മയുമെല്ലാം ഇപ്പോൾ കഴിച്ച മാങ്ങയുടെ അണ്ടി കുഴിച്ചിടുന്നു. മാത്രമല്ല ചില ചക്കക്കുരുക്കളുമുണ്ട്. വളരെ ഉത്സാഹത്തോടെയുള്ള വർത്തമാനം. പക്ഷെ അച്ഛന് വയസ്സായില്ലേ, മുത്തച്ഛനുമായി. എന്നിട്ടും ശരിയാണ്, ഞാൻ പ്രായം കൂടിയവനാണ്. എന്താ അതിന്റെ അർത്ഥം? ഞാൻ ഇതൊന്നും ചെയ്യരുതെന്നാണോ? അങ്ങനെയല്ല, അച്ഛന്റെ പ്രായം നോക്കണ്ടേ? വൃദ്ധനല്ലേ? അതെ, 75 ഈ ഇടവത്തിൽ, പിതാവ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അച്ഛൻ വിചാരിക്കുന്നുണ്ടോ ഈ നടുന്നതെല്ലാം ആർക്കെങ്കിലും? ഉവ്വ്, തീർച്ചയായും ആർക്കെങ്കിലും പ്രയോജനപ്പെടും. ഈ വിത്ത് മരമായി വളർന്ന് ഫലം തരുമ്പോൾ ഞാനില്ല എങ്കിലും പ്രയോജനപ്പെടും, അത് തീർച്ചയാണ്. അച്ഛന് പ്രയോജനപ്പെട്ടില്ലെങ്കിൽ എന്തിനിത്ര കഷ്ടപ്പെടണം? എന്തിനെന്നോ, ഞാൻ ചെറുപ്പമായിരുന്നപ്പോൾ ആരോ നട്ട, പേര് പോലും പറയാൻ അറിയാത്ത ആരോ നട്ട മാവിന്റെ ഫലങ്ങൾ എത്രയെത്ര ആസ്വദിക്കുന്നു. സുഹൃത്തുക്കളെ, വേല ചെയ്യാതെ സ്വരൂപിക്കുന്ന സമ്പത്ത് വലിയ പാപമാണ്. വേലയെടുത്ത് അനുഭവിക്കുന്ന ആനന്ദം അപരിമിതമാണ്. ഇതിഹാസങ്ങളും പുരാണങ്ങളും ചാണക്യനും ബുദ്ധനും ബൈബിളും വേണ്ടത്ര പ്രതിപാദിച്ചിട്ടുള്ള വിഷയമാണിത്. വിതയ്ക്കുന്നവനെ കൊയ്യൂ. സുവർണപുഷ്പാം പൃഥിവീം ചിന്വന്തി പുരുഷാസ്ത്രയ ശൂരശ്ച കൃതവിദ്യശ്ച യശ്ച ജാനാതി സേവിതും. 3 വ്യക്തികളാണ് സുവർണ പുഷ്പം പോലുള്ള ഭൂമിയുടെ സമ്പത്ത് തിരിച്ചറിയുന്നത്. വ്യാസന്റെ വരികളാണിത്. വ്യാസൻ ഭൂമിയെ സുവർണ പുഷ്പത്തോടാണ് ഉപമിക്കുന്നത്. അത്രമാത്രം സമ്പത്ത് തരുന്ന ഭൂമിയുടെ ആ സമ്പത്ത് ഉപയോഗിക്കുന്നത് ശൂരനും അറിവുള്ളവനും സമൂഹ നന്മ അറിയുന്നവനും ആണ്. സേവന മനോഭാവം ഉള്ളവൻ എന്നർത്ഥം. സുഹൃത്തുക്കളെ, 2004 സമാധാനത്തിന് നോബൽ സമ്മാനം നേടിയത് വാൻഗരി മാതാവായിരുന്നു. പരിസ്ഥിതി നാശം ദാരിദ്ര്യമുണ്ടാക്കുമെന്നും അതുവഴി മനുഷ്യ സമുദായം ലാഭകലുഷിതമാവുമെന്നും അവർ അനുഭവം കൊണ്ടറിഞ്ഞു. 30 കോടി മരങ്ങൾ അവരും കൂട്ടുകാരും കൂടി നട്ടുപിടിപ്പിച്ചു. മരം നടൽ ജനാധിപത്യപരമായ വികസന പ്രക്രിയയാണ്. വികസനത്തിന്റെ ഫലം എല്ലാ മനുഷ്യൻ അടക്കമുള്ള ജീവജാതികൾക്കും ലഭ്യമാകുന്ന ജീവനീതിയിൽ ഊന്നിക്കൊണ്ടുള്ള ഒരു പ്രവർത്തനമാണ്. സമൂഹത്തിന്റെ ഉന്നമനത്തിനായി നിസ്വാർത്ഥമായും യത്നിച്ചേ മതിയാവൂ. വേല ചെയ്യാതെ ഫലം അനുഭവിച്ചുകൂടാ. ആ തിരിച്ചറിവുണ്ടാവാൻ പഠിക്കാം, പഠിപ്പിക്കാം. ആവർത്തിക്കട്ടെ, വിതയ്ക്കുന്നവനെ കൊയ്യൂ. സുഭാഷിതം. അവതരിപ്പിച്ചത് ഡോക്ടർ പി കെ ശങ്കരനാരായണൻ.